കടുത്ത വേനലിലും മാസങ്ങൾക്ക് മുമ്പ് ശേഖരിച്ച മഴവെള്ളം നിറഞ്ഞു നിൽക്കുന്ന കുളമുണ്ട് കാസർഗോഡ് ബേളയിലെ ഒരു വീട്ടുമുറ്റത്ത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പ്രൊഫസർ രത്നാകര മല്ലമൂലയുടെ ശാസ്ത്രീയ മഴവെള്ള സംഭരണ പ്രവർത്തികൾ മനസ്സ് കുളിർപ്പിക്കുന്ന കാഴ്ചയാണ്. 2 ലക്ഷം ലിറ്റർ മഴവെള്ളം സംഭരിക്കുന്നതിനായി വീട്ടുമുറ്റത്തൊരുക്കിയ മഴക്കുളം വേനലിന്റെ ഉച്ചസ്ഥായിയിലും നിറഞ്ഞു നിൽക്കുമ്പോൾ ഇത് മനസ്സ് കുളിർപ്പിക്കുന്ന തുളുനാടൻ മണ്ണിലെ വേറിട്ട കാഴ്ച. മഴയാരംഭത്തോടെ ജൂൺ മാസം മുതൽ 4 മാസക്കാലം സംഭരിച്ച മഴവെള്ളമാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ കന്നഡ വിഭാഗം പ്രൊഫസർ രത്നാകര മല്ലമൂലയുടെ വീട്ടുമുറ്റത്ത് ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. കുളത്തിൽ മഴവെള്ളം നിറയുമ്പോൾ ശാസ്ത്രീയ മാർഗത്തിലൂടെ വീട്ടിലെ ബോറിലേക്കും കിണറിലേക്കും വെള്ളം റീചാർജ് ചെയ്യും. തുടർന്ന് നവംബർ മുതൽ മെയ് മാസം വരെ മഴയില്ലാത്ത കാലത്ത് റീചാർജ് ചെയ്ത വെള്ളം സംഭരണിയിലേക്ക് തിരിച്ചെത്തിച്ച് കൃഷി ആവശ്യങ്ങൾക്കടക്കം ഉപയോഗിക്കുന്നു. ചെങ്കൽപ്പാറ നീക്കം ചെയ്ത് 9 അടി താഴ്ചയും 36 അടി നീളവുമുള്ള മഴക്കുളം 1.5 വർഷം മുൻപാണ് പ്രൊഫസർ രത്നാകര മല്ലമൂല ബേളയിലെ വീട്ടുമുറ്റത്തൊരുക്കിയത്. ഇടിയും ഒരു വെള്ളക്ഷാമത്തിൻ്റെ ഒരു സ്ഥലമായതുകൊണ്ട് ഇടിയും ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പോണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് 3-4 വർഷം മുമ്പ് ഇതിന് ചെയ്തതും. പിന്നെ ഇപ്പോൾ അത് വളരെ സക്സസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അവർക്കെല്ലാം എല്ലാവരും ഞങ്ങൾക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, എല്ലാവരും വീട്ടിലും ഒരു ജലസംഭരണി വേണം. അന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ന് കാസർഗോഡ് അല്ലെങ്കിൽ ഈ കോസ്റ്റൽ ഏരിയയിൽ വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ ക്ഷാമം ഇല്ലാതെ ജീവിക്കാൻ പറ്റും. ശാസ്ത്രീയ രീതിയിലുള്ള മഴവെള്ള സംഭരണം, തരിശുഭൂമിയെ ജൈവ രീതിയിൽ കൃഷിഭൂമിയാക്കൽ എന്നീ പ്രവർത്തനങ്ങൾ അടിസ്ഥാനമാക്കി കേരള സർക്കാർ വനം വകുപ്പിന്റെ വനമിത്ര അവാർഡിന് പ്രൊഫസർ രത്നാകരയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. സംഭരിച്ച മഴവെള്ളം തുവര, ചെറുപയർ, മുതിര എന്നീ ധാന്യങ്ങളും കവുങ്ങ്, തെങ്ങ് കൃഷി, ഔഷധത്തോട്ടം എന്നിവയ്ക്ക് 1 ഏക്കർ വരുന്ന കൃഷിഭൂമിയിൽ ഇപ്പോഴും ഉപയോഗിച്ചു വരികയാണ്. കടുത്ത വേനലിൽ തോടുകളും പുഴകളും വറ്റിവരളുന്നതിന്റെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സ് നിറയ്ക്കുന്ന ഈ വ്യത്യസ്ത കാഴ്ച. പ്രൊഫസർ രത്നാകര മല്ലമൂലയുടെ വീട്ടുമുറ്റത്തെ സംഭരണി മഴവെള്ളം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം കാസർഗോഡ് നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.